ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പം നമുക്ക് ഇനിയിപ്പം അടുത്ത ആഴ്ച വരാൻ പോകുന്ന വിശേഷം എന്തൊക്കെയാണെന്ന് കേട്ടാലോ. അങ്ങനെ രേവതിയുടെ പൂകെട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ രേവതിക്ക് വലിയൊരു സൗഭാഗ്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇത്രയും അധികം പൂ കെട്ടി വിറ്റാൽ നല്ലൊരു തുകയാണ് നമ്മുടെ രേവതിക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് ഒട്ടും സമാധാനമില്ല, ശ്രുതിക്ക് ഒട്ടും സമാധാനമില്ല. 5 പൈസ നമ്മുടെ രേവതിയുടെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെയാ സമാധാനം ഉണ്ടാവുക? അതിനിടയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി നമ്മുടെ വർഷയും ശ്രീകാന്തും കയറി വരാൻ പോവുകയാണ്. അപ്പോൾ വർഷയുടെയും ശ്രീകാന്തിന്റെ വേറൊരു സീനുണ്ട്. അത് ഇന്നത്തെ ഇതിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇന്നലത്തെ പ്രമോ വിശേഷം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വർഷയ്ക്ക് ശ്രീകാന്ത് കൊണ്ടുപോയി സർപ്രൈസ് ആയിട്ട് ഫുഡൊക്കെ കൊടുക്കുകയും അവരുടെ ആ ഒരു സ്നേഹമൊക്കെ കാണിക്കുന്ന ഒരു സീൻ അത് നാളത്തേക്ക് കയറി പോകും. അപ്പോൾ ആ ഒരു സീനൊക്കെ ഉണ്ട്. ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പൂകെട്ടലും കാര്യങ്ങളൊക്കെയാണല്ലോ കാണുന്നത്. ഇത് കാണുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വർഷയ്ക്കും ശ്രീകാന്തിനും ഇതൊക്കെ കാണുമ്പോൾ ഒരു അതിശയമായിട്ടാണ് വർഷയ്ക്ക് തോന്നുന്നത്. പക്ഷെ വർഷ വന്ന് കയറി ഉടനെ തന്നെ ഏതാണ്ട് വലിയ അധികാരത്തോടു കൂടി നമ്മുടെ ചന്ദ്ര, അയ്യോ മോൾ ഇവിടെ ഒന്നും നിൽക്കണ്ട, വാ അകത്ത് കയറി പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അതേ എന്ത് രസമാണ് ഈ പൂക്കളൊക്കെ കാണാന്. ഇതിന്റെ വാസന, എന്താ എന്താ ഒരു വാസന. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാം, ഞാനിവിടെ കുറച്ചു നേരം ഇരുന്ന് ഇതൊക്കെ ഒന്ന് കാണട്ടെ. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് അമ്മ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട്, ആൻറ്റി ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞത് കേൾക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ വർഷയ്ക്ക് അങ്ങനെ കുശുമ്പും കുന്നായ്മയൊന്നും ഇല്ലല്ലോ, അസൂയോ കുശുമ്പും ഒന്നുമില്ല. നമ്മുടെ ശ്രീകാന്തിനും അതിൽ. അപ്പൊ ശ്രീകാന്തും അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ഇവർക്ക് വിശക്കാനൊക്കെ തുടങ്ങിയിട്ട്, അപ്പൊ പൂ കെട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പൊ ഇവർക്ക് വിശക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ട്, എന്തേലും ആഹാരം ഉണ്ടാക്കുവാണെങ്കിൽ കൊള്ളായിരുന്നു എന്നിങ്ങനെ പറയുവാണ് സച്ചി. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു രവീന്ദ്രൻ, എങ്കിൽ പിന്നെ നീ പോയി വല്ല ഫുഡും ഉണ്ടാക്കാനോ. ഞാൻ ഫുഡ് ഉണ്ടാക്കാനോ? എനിക്കൊന്നും പറ്റത്തില്ല ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്നിങ്ങനെ പറഞ്ഞപ്പം ചന്ദ്ര പറഞ്ഞു, അതൊന്നും വേണ്ട, നീ ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കാനോ? ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ സിമ്പിൾ അല്ലേ? ഞാൻ ഹോട്ടലിൽ വരുന്ന എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കി തരാം. എന്നാൽ പിന്നെ കേസരി ഉണ്ടാക്കിയാലോ? റവ ഇവിടെ ഇരിപ്പുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഇവിടെ റവയും നെയ്യും കാശുകൊണ്ടൊന്നും ഇരിപ്പില്ല, അതൊക്കെ മേടിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഓക്കെ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം, മേടിക്കാം. എന്നാ പിന്നെ എടാ സുധി, നീ ഇങ്ങ് വന്നേടാ, നീ ഒരു കാര്യം ചെയ്യ, നീ പോയി ഇച്ചിരി റവയും കാശുവിൻ്റെ ഒക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. എവിടെ നിന്ന്? നമ്മുടെ ശ്രുതിയോട് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ, നമ്മുടെ ശ്രുതി പറഞ്ഞു, ആഹാ അത് കൊള്ളാം, എൻ്റെ ഭർത്താവ് എന്താ നിങ്ങളുടെ വേലക്കാരോ? നിങ്ങൾ അത് ചെയ്യാൻ പറയുമ്പോഴും ഇത് ചെയ്യാൻ പറയുമ്പോഴൊക്കെ ചെയ്യാൻ എന്താ വേലക്കാരും വല്ലതും ആണോ എൻ്റെ ഭർത്താവ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് സച്ചി, ഓഹോ, ഇവനെന്താ കടയിൽ പോയി എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ വളവല്ലോ ഉണ്ടോ ഊരിപ്പോകാൻ? അല്ല, പെണ്ണുങ്ങളാണെ വളയുണ്ട് ഊരിപ്പോകാന്ന് പറയായിരുന്നു. അല്ല, ഇവന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അല്ല, ഇനിയിപ്പം വേറെ വല്ലതും ഊരി പോവോടാ ശ്രുതിയെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, എന്തിനാ സച്ചി ഇങ്ങനെ ശ്രുതിനെ കളിയാക്കുന്നത്? ശ്രുതിക്ക് നിങ്ങളുടെ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ശ്രുതിക്ക് അതിന് കഴിയില്ല, ശ്രുതി പോകണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരാൾ കടയിൽ പോകുന്നത് അതിത്ര വലിയ നാണക്കേടാണോ? ഇവന് 3 ഡിഗ്രി ഉണ്ട് 4 ഡിഗ്രി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവനെ വീട്ടിൽ പിടിച്ചിരുത്താനോ? അവനൊന്ന് പോട്ടെ, കടയിലൊക്കെ പോയി സാധനം മേടിച്ചിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, അയ്യോ അതിന് വിടത്തില്ലല്ലോ, ഇവൻ വലിയ പഠിപ്പുകാരനല്ലേ, ഇവൻ കടയിൽ പോയി സാധനം മേടിച്ചു കഴിഞ്ഞാലേ അവിടത്തെ ചേട്ടൻ ഇവന് സാധനം കൊടുക്കത്തില്ല, ഇവന് ഇത്ര ഡിഗ്രി ഉള്ളത് കൊണ്ട്. എൻ്റെ പൊന്നു സുധി, നാണമില്ലേടാ നിനക്ക്, പോയിട്ട് വാടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധി ഒരു വിധത്തിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ സാധനമൊക്കെ മേടിച്ചിട്ട് വന്നു. അവിടെ നമ്മുടെ ശ്രുതി ഇച്ചിരി നാണം കെട്ട് പോയി. അങ്ങനെ സാധനമൊക്കെ മേടിച്ചിട്ട് വന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്ത് കിച്ചണിലേക്ക് പോവുകയാണ്. അങ്ങനെ കിച്ചണിലേക്ക് പോയി കേസരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചന്ദ്രയ്ക്കാണെങ്കിൽ ദഹിക്കുന്നുമില്ല, പിടിക്കുന്നുമില്ല, സുഹിക്കുന്നുമില്ല. അങ്ങനെ കേസരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങ് വന്ന് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഇത് കൊടുത്തു. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്നവർക്ക് നല്ല അഭിപ്രായം. ഇതുവരെ ഞങ്ങൾ ഇതുപോലത്തെ ടേസ്റ്റുള്ള കേസരി കഴിച്ചിട്ടില്ല, എന്ത് ടേസ്റ്റാ ശ്രീകാന്ത്, ഇത് എവിടെ നിന്നാ ഈ കൈപുണ്യം കിട്ടിയത്? ചന്ദ്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് ഒരൊറ്റ ചിരി ഇരിച്ചിട്ട്, ചന്ദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടും, കൈപുണ്യമല്ല, ഞാൻ പറയുന്നില്ല എന്നാ ചന്ദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതെന്ന്. അതെ, അവൻ ഹോട്ടൽ മാനേജ്
മാനേജ്മെന്റ് പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവന് അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോഴേക്കും ആണെങ്കിൽ അവിടെ ഇരുന്ന് ചേച്ചിമാര് പറഞ്ഞു, ഓ എന്തൊരു ഭാഗ്യമോ മോളെ വർഷയ്ക്ക് ഇതൊക്കെ കഴിക്കാലോ. അതുകൊണ്ടല്ലേ ഞാന് ഈ ശ്രീകാന്തിനെ കറക്കി കറക്കി എടുത്തത്. എനിക്ക് ഫുഡാണ് മുഖ്യം. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെയാ ഈ ശ്രീകാന്തിനെ കല്യാണം കഴിച്ചത്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടി പാവി, അത് നീ കൊള്ളാലോ. അപ്പൊ എൻ്റെ മോനോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ നീ ഇവരെ വിവാഹം കഴിച്ചത്. അത് പിന്നെ ഈ ഫുഡിലൂടെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശ്രീകാന്തിനോട് സ്നേഹം വന്നത്. ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദേവും ഈ സമയത്ത് ഇങ്ങനെ പുകഴ്ത്തി പറയാണ് കേട്ടോ. ആരെ? ശ്രീകാന്തിനെ പുകഴ്ത്തി പറയാണ്. അടിപൊളിയായിട്ടുണ്ട്, ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് നിന്റെ വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. അല്ല, അന്നുണ്ടാക്കി തന്നിട്ടുണ്ട്, എങ്കിലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അടിപൊളി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിങ്ങനെ ഒരു കൺഗ്രാറ്റുലേഷൻസ് കൊടുക്കാന്ന് പറഞ്ഞിങ്ങനെ കൈ കൊണ്ട് വന്നപ്പോഴത്തേക്കും രവീന്ദ്രനല്ല, ചന്ദ്ര പറഞ്ഞു, എടി ദേവു, നീ എന്തിനാ അവന്റെ അടുത്തേക്ക് പോകുന്നത്? നിനക്ക് പൂ കെട്ടാനില്ലേ? നിനക്ക് അവിടെ ഇരുന്ന് പൂ കെട്ടിയാ പോരെ? ഓഹോ, ഇത് കൊള്ളാലോ. പൂ കെട്ടാൻ സമയമില്ലെന്ന് പറയുകയും ചെയ്യും, കയ്യും കാര്യം കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ കാണുമ്പോഴാ രേവതി ദേവുവിനെ വഴക്ക് പറയാണ്. ദേവു, നീ അവിടെ പോയിരുന്ന് പൂ കെട്ടാൻ പറഞ്ഞു കേട്ടോ. എന്തോ പോലെ ആയിപ്പോയി നമ്മുടെ രേവതിക്കും. ഈ സമയത്ത് ചന്ദ്ര, വർഷേ മോളെ ഇങ്ങ് വന്നേന്നും പറഞ്ഞുകൊണ്ട് വർഷേനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയിട്ട്, മോളെ ഇതൊക്കെ ശരിയാണോ? മോള് പറഞ്ഞു കൊടുക്കണ്ടേ? അതേ, ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം നമ്മുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ല. അവൾ അവിവാഹിതയാണ്, അത് മോള് സൂക്ഷിക്കണം. അയ്യേ ആന്റി എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ശ്രീകാന്ത് പാവമാ, ശരിയാ, പക്ഷേ ഇവളൊക്കെ ആരാ സൈസ് എന്ന് അറിയാമോ? അതുകൊണ്ട് ഇതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാന്ന് പറയും. വർഷയുടെ സ്വഭാവമല്ലേ, മനസ്സിലങ്ങനെ ഇരിക്കുവോ? വർഷ എന്ത് ചെയ്തു? നേരെ അങ്ങോട്ട് വന്നിട്ട്, അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാണേ, നിങ്ങളെല്ലാവരും അതിനൊരു ആൻസർ പറയണം. ശ്രീകാന്തും ദേവും തമ്മിലുള്ള ആ ഒരു കണക്ഷന് നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാവരും ഒന്ന് പറഞ്ഞ്. അപ്പൊ എല്ലാവരും അങ്ങ് എന്തോ പോലെ പോയി, വർഷ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഓർക്കാണ്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, വർഷ എന്താ ഇതെന്ന് ചോദിച്ചു. അല്ല ശ്രീകാന്തും ദേവും കൂടെ ഇങ്ങനെ നിങ്ങളിങ്ങനെ കൂട്ടായിരിക്കുകയും അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയും പെരുമാറും ഒക്കെ ചെയ്യുന്നതിന് അതിനെ എന്ത് പേരിട്ട് വിളിക്കണം? അത് ഒരു സൗഹൃദം അല്ലേ? അപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ചേച്ചിമാര് പറഞ്ഞു, തീർച്ചയായിട്ടും അതൊരു സൗഹൃദമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദേവുവിനെ അറിയാമല്ലോ, ദേവുവിന് ശ്രീകാന്തിന് ഒരുപാട് ഇഷ്ടമാണ്, സഹോദരനെ പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, മോളെ നീ എന്തർത്ഥം വെച്ചാ ഇതൊക്കെ ചോദിക്കുന്നത്? അയ്യോ, ഇത് ഞാൻ ചോദിച്ചതല്ല കേട്ടോ. ഇത് എന്റെ അമ്മായിയമ്മ ചോദിച്ചതാ, ആന്റി ചോദിച്ചതാ. ആന്റിക്ക് വല്ലാത്തൊരു സംശയം, ഇനി ഇവര് തമ്മിൽ എന്തെങ്കിലും ഡിങ്കോ ഡോപ്ലിക്കേഷൻ ഉണ്ടോന്ന്. എന്നുവെച്ചാൽ മനസ്സിലായോ എന്താണെന്ന്? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഇത് എന്താ വർഷ ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ പറ്റുമോ? അല്ല, പബ്ലിക്കായിട്ടല്ല, ഇത് മൂടി വെക്കേണ്ട കാര്യമില്ലല്ലോ. അതെ ആന്റി പണ്ടത്തെ കണ്ണിക്കൂടി എല്ലാരും ഇപ്പോഴും കാണുന്നത്. ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. പണ്ട് പെണ്ണുങ്ങളും കൂട്ടുകൂടത്തുള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ തമ്മിൽ നന്നായിട്ട് അവർക്ക് സുഹൃത്തുക്കളാകാനായിട്ട് സാധിക്കും, എത്ര നാള് വേണമെങ്കിലും. അതിന് വേറൊരു പേരിട്ട് വിളിക്കുകയോ വേറെ രീതി കാണുകയോ ചെയ്ത ആന്റിയാണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശക്കാരിയായത്. ആന്റിയുടെ ആ ഒരു പഴയ കാലത്തെ ആ ഒരു ചിന്താഗതിയാ, അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഇനിയിപ്പോ മോഡേൺ ലൈഫാണ്, ഇനിയിപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ രേവതിക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ സത്യം പറഞ്ഞ ചിരി വന്നു കേട്ടോ. വർഷ ഇങ്ങനെയൊക്കെ പറയുകയും ചന്ദ്ര അങ്ങോട്ട് നീങ്ങി കൂടി അങ്ങ് പോവുകയും ചെയ്തൂല. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ഭാമയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഭാമ വന്നിട്ട് പൂ കെട്ടാനൊക്കെ കൂടുന്നുണ്ട്. അതിനിടെ നമ്മുടെ വർഷ പൂ കെട്ടാൻ കൂടുന്നുണ്ട്. വർഷ പൂ കെട്ടാൻ കൂടിയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, വർഷയുടെ പൂവെല്ലാം കൂടെ തീർച്ചു പോയി, വർഷയ്ക്ക് പറ്റിയ പരിപാടിയല്ലെന്ന് വർഷ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേസരിയൊക്കെ തിന്നാതെ മാറി രണ്ടുപേര് നിൽക്കുന്നത്, ശ്രുതിയും ശ്രുതിയും. അവർക്ക് വേണ്ട, നെയ്യും ക്യാഷൊക്കെ ഇട്ടതായതുകൊണ്ട് ഹെൽത്തി അല്ല, അൺഹെൽത്തി ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വേറെ ഓർഡർ ചെയ്തോളാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും മാറിയും തിരിഞ്ഞും ഓർഡർ ചെയ്ത് സമയം കഴിഞ്ഞു പോയത് കൊണ്ട് ആരും ഡെലിവറി ചെയ്യാൻ തയ്യാറല്ല. ഇവര് ലാസ്റ്റ് എന്താ, പട്ടിണി കിടക്കുക. അയ്യോ, പിന്നെ പറയാനുണ്ടോ? നല്ല കേസരി, നല്ല ടേസ്റ്റുള്ള കേസരിയും കഴിക്കാൻ പറ്റിയില്ല. ശ്രുതി എന്ത് ചെയ്തു, പാതിരാത്രി ആയപ്പോ എല്ലാരും പൂവെട്ടുമല്ലേ, പതിയെ അടുക്കളയിൽ പോയി എന്ത് ചെയ്തു, കേസരി എടുത്ത് കട്ട് തിന്നോണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ മറവിൽ ആരോ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അതിന് മുമ്പ് വന്ന് കട്ട് തിന്നായിരുന്നേ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നിന്ന് കട്ട് തിന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, അയ്യോ എനിക്ക് ഭയങ്കര വിശപ്പ് ശ്രുതി. അതാ, എനിക്ക് ഭയങ്കര വിശപ്പാ ശ്രുതി, അതുകൊണ്ടാണ് ഞാൻ വന്ന് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതായാലും പറയുമൊന്നും വേണ്ട, നമ്മൾ കഴിച്ചെന്ന് ആരും അറിയണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് സച്ചി ആ വഴി വന്ന്, അതേ
കഴിക്കുമ്പോഴേ ഇച്ചിരി വെള്ളം കുടിച്ചോ, ഇല്ലെങ്കിലേ വിൽക്കും വിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ട് പോയിട്ടോ. ഇവരങ്ങ് ചമ്മി അയ്യടാന്നായിപ്പോയി. അപ്പൊ ആ ഒരു സീനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഇവരിങ്ങനെ പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ വർഷ പറഞ്ഞു, എന്നാൽ പിന്നെ പൂവിനെ കുറിച്ച് എല്ലാവർക്കും പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി പാട്ട് പാടുന്നു, സച്ചി പാട്ട് പാടുന്നു, ചന്ദ്ര പാട്ട് പാടുന്നു, അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രൻ പാട്ട് പാടുന്നു. എല്ലാവരും പാട്ട് പാടി അടിപൊളി സെറ്റായിട്ട് പോവുക. ഇതൊക്കെ കണ്ടപ്പോൾ ഭാമയ്ക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ഭാമ ചന്ദ്രയോട് മാറി എന്ന് പറയും, എന്ത് രസമടി നിന്റെ ഫാമിലി, എന്ത് രസമടി ഇത്, നിനക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയത് ഓർത്ത് നീയെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനിക്കുക ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു മകന് സച്ചി, അവന് എല്ലാവരോടും എന്ത് സ്നേഹമൊക്കെ ഉണ്ടെന്ന് അറിയാമോ? അതൊക്കെ നീ എന്താടി അതൊന്നും കാണാത്തത്? എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക, സച്ചിയുടെ രേവതിനെ അങ്ങ് കൊണ്ടുപോകാം. ഞാൻ പണ്ടേ നിന്നോട് പറഞ്ഞതല്ലേ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചന്ദ്രൻ. കണ്ണുള്ളപ്പം കണ്ണിന്റെ വില അറിയില്ല, കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയത്തുള്ളൂ. അത് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ മക്കളുടെ കാര്യം അറിയാലോ, ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, എനിക്ക് സങ്കടപ്പെട്ടിരിക്കാം. ഉള്ളവനുള്ളതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല, ഇല്ലാത്തവനല്ലേ അതറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ വീണ്ടും പൂവൊക്കെ കെട്ടുന്നു. രാത്രിയായി, കുറെ പേരൊക്കെ ഉറങ്ങിപ്പോയി. ലാസ്റ്റ് രേവതി തന്നെ ഇരുന്ന് പൂവ് കെട്ടുമ്പോഴത്തേക്കുവേ നമ്മുടെ സച്ചി രേവതിക്ക് ഒരു അടിപൊളി കോഫിയൊക്കെ കൊണ്ട് കൊടുക്കാണ് കേട്ടോ. അപ്പം രണ്ടുപേരും കൂടെ ഉള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെയാണ് രണ്ടുപേരും കൂടെ ഉറങ്ങാതെ ഇരുന്ന് നമ്മുടെ രേവതിക്ക് കൂട്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തെ ഇതിനിടയിലാണ് ചന്ദ്രയാണ് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, നാഴിക്ക് 40 വട്ടം എന്ന് പറയുന്ന പോലെ പറയുന്നുണ്ടായിരുന്നു, ഇത് നടക്കത്തില്ല, 500 മാലയൊന്നും കെട്ടാൻ പറ്റത്തില്ല, രാവിലെ ആകുമ്പോൾ ഇത്രയും കെട്ടി തീരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തും. എന്തായാലും രാവിലെ ആയപ്പോൾ മാലയെല്ലാം കെട്ടി സെറ്റാക്കി. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു സംഭവം നടക്കുകയാണ്. നമ്മുടെ ശരത്തിന്റെ കൂട്ടുകാരൻ ആന്റണി. അപ്പം ശരത്ത് ഇതിനിടയ്ക്ക് ശരത്തിന്റെ കൂട്ടുകാരൻ ആന്റണിയുടെ അടുത്ത് പോവുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആന്റണി ഈ വിവരം അറിയുകയാണ്. ശരത്ത് പറഞ്ഞ്, ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ പൂകെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അനിയത്തി അങ്ങോട്ടേക്ക് പോയി, അമ്മ കടയിലുമാണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ പൂ കെട്ടുന്ന കാര്യം എടുത്തെടുത്ത് ആന്റണി ചോദിച്ചപ്പം സകല കാര്യവും ആന്റണിയോട് ശരത്ത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ നാളെ ആകുമ്പോൾ 500 പൂ കെട്ടി കൊടുക്കണം, സമൂഹ വിവാഹമുണ്ട്, അതിന് ഓർഡർ കിട്ടിയതാണെന്ന്. ഇതിൽ ശരത്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്ത് തീരുമാനിച്ചു, നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒരു പണി കൊടുക്കാൻ നോക്കിയിരിക്കുവാണല്ലോ. ഇവര് തീരുമാനിക്കുകയാണ്, രാവിലെ ആ പൂ എങ്ങനെയെങ്കിലും കടത്തണം, ആ സമൂഹ വിവാഹത്തിൽ ആ പൂ എത്താൻ പാടില്ല. അങ്ങനെ ഒരു പണി പറ്റിക്കാനുണ്ടോ നമ്മുടെ ആന്റണി. അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞ് പൂമാലയൊക്കെ കയറ്റി ഇങ്ങനെ വിടാൻ വേണ്ടി വണ്ടി ഇങ്ങനെ റെഡിയാക്കിയൊക്കെ വെച്ചു. വണ്ടിയിൽ ഇങ്ങനെ എല്ലാ പൂമാലയും കെട്ടി തീർന്ന എല്ലാ പൂമാലയും കയറ്റി വിട്ടു. അപ്പൊ ഈ ഒരു ഡ്രൈവർ കുറച്ച് എന്താ പറയുക, ഒരു ശ്രദ്ധയില്ലാത്തൊരു മനുഷ്യനാണ്. കാരണം എപ്പോഴും ഫോണ് ഏതോ ലവർ ഉണ്ടെന്ന് തോന്നുന്നു, എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ വണ്ടിക്കാരനോട് പറയുന്നുണ്ട്, സേഫ് ആയിട്ട് ഇത് എത്തിച്ചേക്കണം, പെട്ടെന്ന് പോകണം, സമയമാകാറായും, കറക്റ്റ് മുഹൂർത്തത്തിന് അവിടെ എത്തേണ്ടതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ സാർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഫോണിലും ഇങ്ങനെ അയാൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഏതൊരു പെണ്ണിനോട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഫോൺ കട്ട് ചെയ്തിട്ട് വണ്ടി ഓടിച്ചോണ്ട് സ്പീഡിൽ പൊക്കോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലോറിയുടെ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. വെറുതെ ഒരു ഫോട്ടോ, ഏതായാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്തല്ലേ, പിന്നെ ഫോട്ടോ എടുത്തേക്കാന്ന് പറഞ്ഞ് പൂമാലയൊക്കെ ഇങ്ങനെ 2 കൈയിലും പിടിച്ചിട്ട് ആ ലോറിയുടെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോയൊക്കെ നമ്മുടെ രേവതി എടുത്തു വന്നിട്ട് ഇതൊക്കെ സെറ്റപ്പാക്കി വിട്ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ സമൂഹ വിവാഹത്തിന്റെ ആ സമയമായപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടില്ല പൂമാല. ബാക്കി എല്ലാം റെഡിയായി. 250 ജോഡികളുണ്ടല്ലോ, ആ 250 ജോഡികൾ റെഡിയായി. അപ്പൊ പൂമാല എത്തിയിട്ടില്ല. അങ്ങേരങ്ങോ ഇടയാനും തുടങ്ങി. അങ്ങേരങ്ങ് തുടങ്ങിയില്ലേ, ഓഹോ എടാ നിന്റെ കൂട്ടുകാരനെ അല്ലേടാ ഏൽപ്പിച്ചത്, എന്നിട്ട് എന്താടാ പറ്റിയത്, അവൻ എന്തിയടാ, പൂമാല എന്തിയടാ, അവനെ വിളിക്കടാന്നൊക്കെ പറഞ്ഞ് സച്ചിനെ വിളിച്ചപ്പോ ഇതുവരെ പൂമാല അവിടെ എത്തിയിട്ടില്ല. ഇതിനിടയ്ക്ക് എന്താ സംഭവം ഉണ്ടായത്, ഈ വണ്ടി ഡ്രൈവർ അതായത് ഈ പൂമാല കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് പെട്ടെന്ന് വെള്ളം മേടിക്കാൻ അങ്ങാണ്ട് ഇറങ്ങി. അപ്പൊ ഫോൺ വിളിച്ചോണ്ട് ഇറങ്ങി. ഈ സമയം കൊണ്ട് പുറകില് ബൈക്കിൽ ആന്റണിയുടെ ആൾക്കാർ വന്ന് വണ്ടി എടുത്തോണ്ട് പോയി. ചാവി എടുത്തില്ലായിരുന്നു ഇയാള്, ചാവി ലോറിയിൽ കിടക്കുമായിരുന്നു, അതും എടുത്തോണ്ട് വിട്ടടിച്ചു പോവുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യാനാ, പൂ എത്തേണ്ടടുത്ത് എത്തുവോ? അങ്ങനെ ആകെ പ്രശ്നമായിട്ടോ. അങ്ങനെ ആ ഒരു രാഷ്ട്രീയക്കാരൻ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെ സച്ചിനെ വിളിക്കുന്നു കൂട്ടുകാരൻ, എന്താടാ നീ ചതിച്ചോടാ എന്നെയും ചോദിക്കുന്നു. അപ്പൊ ചതിച്ചിട്ടില്ല, ഞാനിപ്പോ ആ ഡ്രൈവറിനെ വിളിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഡ്രൈവറിനെ വിളിക്കുന്നു. ഡ്രൈവറിനെ വിളിച്ചു കഴിയുമ്പോഴാണ് ആരോ വണ്ടി കൊണ്ടുപോയി എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ആകെ പടപ്പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ രാഷ്ട്രീയക്കാരനാണെങ്കിൽ നമ്മുടെ സച്ചിനെ കൊല്ലാക്കൊല ചെയ്യാം. നിങ്ങൾ എൻ്റെ എതിർ പാർട്ടി വിട്ട ആൾക്കാരാണ്, അതുകൊണ്ട് മനഃപൂർവ്വം നിങ്ങൾ ഈ മാല കെട്ടാതെ എന്നെ പറ്റിച്ചതാണ്. എനിക്കറിയാം, ഏത് രാഷ്ട്രീയക്കാരൻ്റെ കളികളും എനിക്ക് കണ്ടുപിടിക്കാൻ അറിയും. ഞാനും ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ, നോക്കിക്കോ, നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ലടാ, നീ എനിക്കെതിരെ നിന്ന് കളിച്ചില്ലേടാന്ന് പറഞ്ഞു സച്ചിയോട്. അപ്പൊ അയാൾ വിചാരിച്ചിരിക്കുന്നത് എതിർ പാർട്ടി എങ്ങാണ്ട് നമ്മുടെ സച്ചിനെ പറഞ്ഞു വിട്ടതാണെന്നാ. ഈ മാലയൊക്കെ കെട്ടാന്ന് പറഞ്ഞ് ചുമ്മാ തട്ടിപ്പാണെന്നാണ് ഇവരുടെ വിചാരം.
എന്തായാലും ആകെപ്പാടെ പ്രശ്നമായി. പിന്നെ രേവതിയും സച്ചിയും കൂടെ അന്വേഷിച്ചിറങ്ങിയിട്ടൊന്നും കിട്ടുന്നില്ല. മുഹൂർത്തം ആകാറായി. ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ സച്ചി എന്ത് ചെയ്തു, രേവതിയോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഫോട്ടോ എടുത്ത് കയ്യിലിരിപ്പുണ്ടല്ലോ, നമുക്ക് കുറെ ഗ്രൂപ്പിലൊക്കെ അങ്ങ് ഇടാം, പിന്നെ ടാക്സിക്കാരോടും ഓട്ടോക്കാരോടും ബസ്സുകാരോടൊക്കെ പറയാം, ഇതെവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ പിടിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഇതങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പൊ എല്ലാവരുടെയും എടുത്ത് ഈ ഫോട്ടോ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു വണ്ടിയുടെ ഫോട്ടോ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ ആരെങ്കിലും വിളിക്കണമെന്ന്. അങ്ങനെ ഒരാൾ വിളിക്കുകയാണ്, സച്ചിനെ ഇവിടെ വെച്ച് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട്. സച്ചി ആ സ്പോട്ടിൽ തന്നെ സച്ചിയും കൂട്ടുകാരും കൂടെ ചേർന്ന് ഏതായാലും വണ്ടി വണ്ടിക്കാരനെ പിടിച്ച് നല്ല തട്ട് വെച്ച് കൊടുക്കുകയും ചെയ്തു. പക്ഷെ സമയമില്ല ഒട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് തട്ടി. ആ സമയത്ത് രേവതി പറഞ്ഞു, സച്ചിയേട്ട മതി, സച്ചിയേട്ട പൂ കൊണ്ട് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി അയാളെ കുറെ അടിച്ചിട്ട് അവിടെ ഇട്ടിട്ട് വണ്ടിയായിട്ട് പോയി കേട്ടോ. വണ്ടിയായിട്ട് പോയി ആ ഒരു സമൂഹ വിവാഹത്തിന് പൂമാലയൊക്കെ കൊടുത്തു. ഏതായാലും പൂമാലയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സച്ചിക്ക് സമാധാനമായത്. ആദ്യം അയാൾ ദേഷ്യപ്പെട്ടെങ്കിലും അയാൾക്ക് സത്യാവസ്ഥ പിടികിട്ടി. ഇങ്ങനെയൊക്കെയാണ് സംഭവം, ആരോ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, എന്റെ എതിർകക്ഷികൾ തന്നെ ആയിരിക്കും സച്ചി ഇത് എന്തായാലും ഈ വിവാഹം മുടക്കാൻ വേണ്ടി ആയിരിക്കുന്നു. അപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ആന്റണി ആണെന്നൊന്നും നമ്മുടെ സച്ചി ചിന്തിക്കുന്നില്ല കേട്ടോ. അപ്പോഴും ഈ ആ രാഷ്ട്രീയക്കാരൻ പറയുന്നത്, എന്നെ ഇത് ഇങ്ങോട്ടേക്കുള്ള പൂമാലയാണല്ലോ, അപ്പം എന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു കല്യാണങ്ങൾ സമൂഹ വിവാഹം ഇല്ലാതാക്കി എന്നെ തരം താഴ്ത്തണം, അതിന് ആരോ ചെയ്തതാണെന്നാണ് ഇയാളും പറയുന്നത്. അങ്ങനെ ഇയാള് പൈസയൊക്കെ കൊടുക്കുകയാണ്. പൈസയൊക്കെ കൊടുത്തിട്ട് എക്സ്ട്രാ പൈസ നമ്മുടെ സച്ചിക്കും കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് സമയത്ത് എല്ലാം ചെയ്ത് ആ ഒരു ചങ്കൂറ്റത്തിന്, അത്രയും മിസ്സായി പോയ സംഭവം വീണ്ടും എടുത്ത് പിടിച്ചോണ്ട് വന്ന് കൊടുത്തല്ലോ, ആ ഒരു ചങ്കൂറ്റത്തിന് എക്സ്ട്രാ പൈസ വീണ്ടും നമ്മുടെ സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. സച്ചി ആദ്യം അതൊന്നും മേടിച്ചില്ലെങ്കിലും പിന്നെ അയാൾ നിർബന്ധിച്ചൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ രേവതി ആ ഒരു പണം കൊണ്ടുവന്ന് കൂട്ടുകാരികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരികൾക്ക് കൊടുക്കുന്നത് കൂട്ടുകാരികൾ മേടിക്കുന്നുമില്ല. കൂട്ടുകാരികൾ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയല്ല രേവതി, നിന്റെ കട നല്ല വികസിക്കണം അതിനു വേണ്ടിയാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരികൾ മേടിക്കുന്നില്ല, എന്നിട്ട് നിർബന്ധിച്ച് നമ്മുടെ സച്ചി കൊടുപ്പിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്കുമാണല്ലോ ചന്ദ്ര ഈ പൈസ കണ്ടു കഴിയുമ്പോൾ കണ്ണ് തള്ളി പോവുക. അങ്ങനെ രവീന്ദ്രന്റെ കയ്യിൽ ഈ പൈസ കൊടുക്കുകയും രവീന്ദ്രൻ പിന്നെ രേവതിക്ക് ഈ ഒരു പൈസ തിരിച്ചു കൊടുക്കുകയാണ്. കാരണം അനുഗ്രഹം തന്ന അച്ഛൻ തന്നെ എനിക്ക് ഈ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് രേവതി അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. രേവതി ഈ പൈസയും കൊണ്ട് ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മുടെ രേവതി സച്ചിക്ക് ഒരു അടിപൊളി ഇന്നോവ കാറ് തന്നെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ സച്ചി ഇങ്ങനെ ഒരു കാർ ഇങ്ങനെ തപ്പിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു കാർ ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു സച്ചിക്ക്. അപ്പൊ മഹേഷിന് ഈ കാര്യമൊക്കെ അറിയാലോ. അപ്പൊ മഹേഷിനെ കൂട്ടുപിടിച്ചാണ് രേവതി ഇങ്ങനെ ഫൈനാൻസ് ഒക്കെ ഇട്ട് കുറച്ച് എക്സ്ട്രാ പൈസയൊക്കെ ഒപ്പിച്ച് ആ ഒരു കാറ് മേടിച്ച് നമ്മുടെ സച്ചിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ കിടിലൻ എപ്പിസോഡുകളാണ്, മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പൊ ഞാൻ ഒരാഴ്ചത്തെ ഫുള്ള് വിശേഷം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകളൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ എത്തിക്കാം. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഇത് നെക്സ്റ്റ് വീക്ക് പ്രമോയാണ്. ഇനിയിപ്പോൾ നാളത്തെ വിശേഷം ഞാൻ ഇന്ന് വൈകിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. നാളത്തെ വിശേഷം ഉണ്ട്, ഇതിന്റെ കൂടെ തന്നെ ഈ ആദ്യ ഭാഗമൊക്കെയാണ് നാളത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.